എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു ഉഗ്രൻ ജ്യൂസിൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം താമസിയാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മളിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഗ്രേപ്പ് ലൈമാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം. അപ്പം ഞാനിവിടെ 2 അത്യാവശ്യം വലുപ്പമുള്ള നാരങ്ങയാണ് എടുത്തിരിക്കുന്നത്. ആ നാരങ്ങയുടെ നീര് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമ്മൾ ചെയ്യുമ്പോൾ കുറച്ചും കൂടി നമുക്ക് ഈസിയാണ് ഇതൊക്കെ മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ മിക്സിയുടെ ജാർ ഉപയോഗിക്കുന്നത്. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒരു പാത്രത്തിൽ നാരങ്ങയും പഞ്ചസാരയൊക്കെ കൂടെ മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പം ഞാനിവിടെ നാരങ്ങയുടെ നീരെല്ലാം നന്നായിട്ട് പിഴിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പഞ്ചസാരയാണ്. പഞ്ചസാര നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ട് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ പഞ്ചസാരയും നാരങ്ങ നീരും എല്ലാം കൂടെ നന്നായിട്ട് മിക്സായി കിട്ടും. അപ്പോൾ നമ്മൾ ഒരുപാട് നേരം ഇളക്കി അത് ലയിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ജ്യൂസ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ ജ്യൂസ് തയ്യാറാക്കുന്നതിന് മുന്നായിട്ട് നമ്മുടെ ഈ നാരങ്ങ നീര് ഞാനൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ ഒരു 2.5 ഗ്ലാസ് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ അത്യാവശ്യം നല്ല തണുത്ത വെള്ളമാണ് ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് ഐസ് ക്യൂബ്സ് ആണ്. ഞാൻ മുന്തിരിയുടെ ഐസ് ക്യൂബ്സ് ആണ് ഇവിടെ റെഡിയാക്കി എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ സിമ്പിളാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് കറുത്ത മുന്തിരി വേണം. കറുത്ത മുന്തിരി നന്നായിട്ട് കഴുകിയ ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം. അപ്പോൾ പുളിയൊന്നുമില്ലാത്ത മുന്തിരിയാണ് കുറച്ചും കൂടെ നല്ലത് നമ്മുടെ ഈ നാരങ്ങ വെള്ളം തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഞാനിവിടെ പുളിയില്ലാത്ത മുന്തിരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് മിക്സിയിൽ നല്ലപോലെ അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഗ്രേപ്പ് ജ്യൂസ് പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആ മുന്തിരിയുടെ തൊണ്ടിൻ്റെ ഭാഗങ്ങളൊക്കെ അരയാതെ കിടക്കുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി നമുക്കിത് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നമ്മുടെ മുന്തിരി ജ്യൂസൊക്കെ ഇവിടെ അരച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു ഐസ് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഇതൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മളിങ്ങനെ നേരത്തെ സെറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാനായിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരു ലൈം ജ്യൂസ് റെഡിയായി കിട്ടും. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഐസ് ക്യൂബ്സ് സെറ്റ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫ്രീസറിൽ ഒരു 3-4 മണിക്കൂർ വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ലപോലെ സെറ്റായി കിട്ടും. അപ്പോൾ നമുക്കിത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് ഫ്രീസറിൽ വെച്ച് നന്നായിട്ട് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് ആദ്യം തന്നെ ചെയ്തു. നാരങ്ങ വെള്ളം റെഡിയാക്കാനായിട്ട് തുടങ്ങുന്നതിന് മുന്നേ തന്നെയായിട്ട് ചെയ്തൊരു പ്രോസസ്സാണ്. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ ചെയ്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇനി നമുക്ക് നാരങ്ങ വെള്ളം ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ച ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതൊരു ലെയേർഡ് ജ്യൂസ് പോലെ കിട്ടും. 2 കളറായിട്ടായിരിക്കും നമ്മുടെ ജ്യൂസ് ഇരിക്കുക. താഴെ കുറച്ച് ഡാർക്ക് കളറും മുകളിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ളൊരു ഷെയ്ഡും ആയിരിക്കും കിട്ടുക. അപ്പോൾ കുറച്ച് വെറൈറ്റി ആയിരിക്കും. അപ്പോൾ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഐറ്റമാണ്. അപ്പോൾ ഐസ് ക്യൂബ്സ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 5 ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചെറിയ ഐസ് ക്യൂബ്സാണ്, അതുകൊണ്ടാണ് ഞാൻ 5 ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള നാരങ്ങ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ വെള്ളത്തിനൊക്കെ മധുരം ഉണ്ടോ എന്നൊക്കെ നോക്കുക. അപ്പം നമ്മൾ ഈ ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്നതിന് മുന്നായിട്ട് വെള്ളത്തിൻ്റെ മധുരമൊക്കെ ചെക്ക് ചെയ്തിട്ട് വേണം സെറ്റ് ചെയ്യാനായിട്ട്. അല്ലെങ്കിൽ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ സ്പൂണൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കളറ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പം നമ്മുടെ വെള്ളം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് കസ്കസ് കുതിർത്തിയതും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ലൈം ജ്യൂസാണ്. ഗ്രേപ്പ് ലൈമെന്നോ അല്ലെങ്കിൽ കളേർഡ് ലൈമെന്നോ ഒക്കെ നമുക്കിതിനെ വിളിക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ ജ്യൂസിൻ്റെ റെസിപ്പി ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ താഴെ കമൻറ്റ് ബോക്സിൽ പറയുക. ഇനി അടുത്ത ദിവസം നമുക്ക് പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം.